ചോദ്യപേപ്പർ ചോർച്ചാ കേസുമായി ബന്ധപ്പെട്ട സിഇഒ അതായത് എം എസ് സൊല്യൂഷന്റെ സിഇഒയുടെ മുഹമ്മദ് ഷുഹൈമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയുകയാണ് താമരശ്ശേരി ജാമ്യാപേക്ഷയിൽ താമരശ്ശേരി കോടതി ഇന്ന് വിധി പറയുന്നു. നേരത്തെ വാദം പൂർത്തിയാക്കി നേരത്തെ തന്നെ പൂർത്തിയായതാണ്. ഇന്ന് ജാമ്യാപേക്ഷയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വിധിക്കായി മാറ്റിവെച്ചതാണ്. എന്തായിരിക്കും വിധി എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ചേതൻ കൂടി ചേർന്നുണ്ട് കോഴിക്കോട് നിന്നും. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ചേതൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു, ഗുഡ് മോർണിംഗ് വിനിഷ. ചേതൻ, ഏതായാലും ഇയാളുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയുകയാണ്. എന്താണിപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്? മനു, ഈ ചോദ്യപേപ്പർ ചോർച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ ഒന്നാം പ്രതിയും അതുപോലെ തന്നെ എം എസ് സൊല്യൂഷൻ സ്ഥാപനത്തിൻ്റെ ട്യൂഷൻ സ്ഥാപനത്തിൻ്റെ ഉടമയുമായ മുഹമ്മദ് ഷുഹൈബിൻ്റെ ജാമ്യാപേക്ഷയിലാണ് ഇന്ന് താമരശ്ശേരി കോടതി വിധി പറയുക. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയുന്നതായിരിക്കും. ഈ എം എസ് സൊല്യൂഷൻ്റെ ഉടമയ്ക്ക് അതായത് മുഹമ്മദ് ഷുഹൈബിന് ജാമ്യം നൽകരുത് എന്നാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം. ഒപ്പം തന്നെ ഈ കേസിലെ 4ാം പ്രതിയായിട്ടുള്ള ഈ മലപ്പുറത്തെ സ്കൂളിലെ ജീവനക്കാരനുമായ അബ്ദുൾ നാസറിൻ്റെ റിമാൻഡ് കാലാവധിയും ഇന്ന് കഴിയും. ഈ അബ്ദുൾ നാസറിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ ഒരു പക്ഷേ അബ്ദുൾ നാസറും ഇന്ന് ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കുന്നതായിരിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ 4ാം പ്രതിയായ അബ്ദുൾ നാസറാണ് 2ാം പ്രതിയായ അതായത് എം എസ് സൊല്യൂഷനിലെ അധ്യാപകനായ ഫഹദിന് ക്വസ്റ്റ്യൻ പേപ്പർ വാട്സാപ്പ് വഴി അഴിച്ചിരിക്കുന്നതെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ. ഈ കേസിലെ 2ഉം 3ഉം പ്രതികളായ എം എസ് സൊല്യൂഷൻ അധ്യാപകനായ ഫഹദും ജിഷ്ണുവും നിലവിൽ അവർക്ക് ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇവരെ വിളിച്ചു വരുത്തി ഈ 1ാം പ്രതി മുഹമ്മദ് ഷുഹൈബും അതുപോലെ തന്നെ അബ്ദുൾ നാസറിനൊപ്പം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലെ ഇടപെടലെ കുറിച്ചൊക്കെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം മെറ്റയ്ക്ക് കത്തയച്ചിട്ടുണ്ട്. ഇതുകൂടി പുറത്തു വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മുഹമ്മദ് ഷുഹൈബ് കീഴടങ്ങുന്ന തൊട്ടുമുമ്പ് പറഞ്ഞത് താൻ ഇതിൽ നിരപരാധിയാണ്, തന്നെ ഇതിൽ കുടുക്കിയതാണ്, ഈ ഒരു പ്രമുഖ ട്യൂഷൻ സ്ഥാപനമാണ് ഇതിന് പിന്നിലെന്നാണ് മുഹമ്മദ് ഷുബൈഹിൻ്റെ വാദം. എന്നാൽ ഈ അന്വേഷണ സംഘം പ്രധാനമായും പറയുന്നത് ഈ ട്യൂഷൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തുവിട്ടതിൻ്റെ പ്രധാന കാരണക്കാരിൽ ഒരാൾ ഈ സ്ഥാപനത്തിൻ്റെ ഉടമ കൂടിയായ മുഹമ്മദ് ഷുബൈബാണ്. ആയതിനാൽ ഈ ഷുഹൈബിന് ജാമ്യം നൽകരുത് എന്നാണ് പോലീസും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും കേസിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇന്ന് 11 മണിയോടുകൂടി ഈ ജാമ്യാപേക്ഷ വിധി പറയുന്നതായിരിക്കും. ഇത് സംബന്ധിച്ച വാദങ്ങളൊക്കെ ശരി, നമുക്ക് നോക്കാം എന്താണ് കോടതി സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്ന് നമ്മൾ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. നമുക്ക് നോക്കാം ആ കേസിന്റെ തുടർ നടപടികൾ എങ്ങനെ പോകുമെന്നല്ലേ.